കണ്ണൂർ പിണറായിയിൽ പൊട്ടിയത് സ്ഫോടക വസ്തു തന്നെ, പടക്കമല്ല. പോലീസിന്റെ എഫ്ഐആറിൽ വന്നപ്പോൾ അത് വെറും പടക്കമായി തീർന്നു. ക്രിസ്മസ് ആഘോഷത്തിലുണ്ടാക്കിയിരുന്ന പടക്കം എന്നൊക്കെയാണ് ചിലരൊക്കെ പറഞ്ഞത്. പോലീസിന്റെയും CPM-ന്റെയും വാദം പൊളിച്ച ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ആ ചെറുപ്പക്കാരന്റെ കയ്യിലിരിക്കുന്നത് പടക്കമല്ല എന്നുള്ളത് വ്യക്തമാണ്. അതൊരു ഗുണ്ടാണ്. ആ ഗുണ്ട് കയ്യിൽ വെച്ചിരിക്കുന്നത് നോക്കൂ, കയ്യിലിരിക്കുന്ന ഗുണ്ട്. ആ പാവപ്പെട്ടവന്റെ കൈപ്പത്തി മറ്റുപോകുന്ന ദൃശ്യങ്ങളാണ്. ഇതെടുത്ത് അതാ റീൽസ് ചിത്രീകരണത്തിനിടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. CPM-ന്റെ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത്. പോലീസ് പറഞ്ഞിരിക്കുന്നത് കയ്യിലിരുന്ന് പടക്കം പൊട്ടിയെന്ന്. ഇതാണ് പടക്കം. അപ്പോൾ പിന്നെ ഗുണ്ടിന് എന്ത് പറയും? അപ്പോൾ ഈ പടക്കം എന്ന് എഫ്ഐആറിൽ പറയുന്ന പോലീസ് പറയുന്ന ഗുണ്ടിന്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബിപിൻ രാജാണ് ദൃശ്യങ്ങളിലുള്ളത്. ബിപിൻ രാജിന്റെ കയ്യിലിരുന്ന് ഈ സ്ഫോടക വസ്തു പൊട്ടുന്നതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ഇനി പ്രേക്ഷകർ പറയുക, ഈ കയ്യിലിരുന്ന് ഇത്രയും വലിപ്പമുള്ളൊരു സ്ഫോടക വസ്തു പൊട്ടുന്നതിന്റെ പേര് പടക്കമെന്നാ? പടക്കമാ? അപ്പോൾ അതാണ് കയ്യിലിരുന്ന് പൊട്ടുന്നത്. സ്ഫോടനത്തിൽ ബിപിൻ രാജിന്റെ കൈപ്പത്തി തകർന്നിരുന്നു. അതിന് നമുക്കൊരു വിഷമമുണ്ട്. കാരണം റീൽസിന് ചിത്രീകരണ വേളയിലാണ് എടുത്തത്. ആരെയും കൊല്ലാനും ഒന്നും അല്ലെന്ന് പറയുന്നു. പക്ഷേ ഈ ഗുണ്ട് എവിടെ നിന്ന് കിട്ടി? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഈ പിണറായിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആർക്കെതിരെയും ആക്രമണം നടത്താനല്ല, പക്ഷേ ഇതൊക്കെ റീൽസ് എടുത്ത് കാണിക്കാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കി, ഗുണ്ടൊക്കെ ഉണ്ടല്ലോ, സ്ഫോടക വസ്തു അനധികൃതമായി നിർമ്മിച്ച് അത് കയ്യിൽ എടുത്തെറിഞ്ഞ് പൊട്ടിക്കുന്നതൊക്കെ റീലായിട്ട് ഇടുക എന്നുള്ളതാണ്. ഇതൊക്കെ കാണാൻ ഇവിടെ പോലീസൊന്നും ഇല്ല. ഇതൊക്കെ കണ്ടാൽ പോലീസ് നടപടി എടുക്കും. ഇപ്പോൾ VS രഞ്ജിത്ത് ഉണ്ട്. കൂടുതൽ വിവരങ്ങളുമായി VS രഞ്ജിത്ത്. പോലീസ് പടക്കമെന്നും അതേസമയം CPIM ക്രിസ്മസിന് ഒരുക്കിയിരിക്കുന്ന ചില പടക്കങ്ങളെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇത് പടക്കമല്ല, ഇത് അസലു ഗുണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. കൈപ്പത്തിയേറ്റ് പോയി, അതിൽ നമുക്ക് സങ്കടമുണ്ട്. റീൽസിന്റെ ചിത്രീകരണ വേളയിലോ മറ്റോ ആണ് ഇത് സംഭവിച്ചെന്ന് തോന്നുന്നു VS രഞ്ജിത്ത്. എന്നാലും ഇതൊക്കെ റീൽസ് ഇടാനുള്ള ധൈര്യം എങ്ങനെ വന്നു VS രഞ്ജിത്ത്? ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, നമ്മൾ സാധാരണ ഈ കോഴിക്കോട്ടൊക്കെ ആൾക്കാർ മാപ്പിളപ്പാട്ടൊക്കെ പാടിയാണ് റീൽസ് ഇടുന്നത്. കണ്ണൂരിൽ ബോംബ് പൊട്ടിച്ച് റീൽസ് ഇടാണെന്ന് വേണം കരുതാൻ. കാരണം ഈ ബിപിൻ രാജിന്റെ തന്നെ സുഹൃത്താണ് ഈ റീൽസ് ചിത്രീകരണത്തിന് വേണ്ടി ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത്. അതിൽ പൊട്ടിയിരിക്കുന്നത് ഗുണ്ടാണ് എന്നുള്ളതാണ്. ഗുണ്ടിനെ നമ്മൾ പടക്കത്തിന്റെ കാറ്റഗറിയിൽ പെടുത്തണോ അതോ ബോംബിന്റെ പട്ടികയിൽ പെടുത്തണോ എന്നുള്ളതാണ്. എന്തായാലും ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഒരു സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള ഉറപ്പാണ്. സാധാരണഗതിയിൽ ഈ ബിപിൻ രാജ് ആശുപത്രിയിൽ പോയി പറഞ്ഞത് പനയോലപ്പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ അപകടം ഉണ്ടായി എന്നുള്ളതാണ്. പൊട്ടിയത് പനയോലപ്പടക്കമല്ല എന്നുള്ളത് ബിപിൻ രാജിന്റെ സുഹൃത്ത് പകർത്തിയ ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഉഗ്ര സ്ഫോടന ശേഷിയുള്ള, നല്ല ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ബോംബിന്റെ തന്നെ സ്ഫോടക ശേഷിയുള്ള വസ്തുവാണ് പൊട്ടിത്തെറിച്ചതെന്നുള്ള ഉറപ്പാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച പിണറായി കനാൽക്കരയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ബിപിൻ രാജ് ഇപ്പോൾ ഈ കൈപ്പത്തിയേറ്റ് ചികിത്സയിലാണുള്ളത്. ബിപിൻ രാജിനെതിരെ നേരത്തെയും ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. കാപ്പ ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇത് ബോംബാണ് എന്നുള്ള പ്രചരണം വന്നപ്പോൾ ബിപിൻ രാജിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. പിന്നീട് പോലീസ് അത് പടക്കമാണെന്നും CPM അത് പടക്കമാണ് എന്നൊക്കെ പറഞ്ഞു. EP ജയരാജനാണ് ആദ്യം അത് പടക്കം പൊട്ടിത്തെറിച്ചതാണ് എന്ന് പറഞ്ഞത്. ഏതായാലും ബിപിൻ രാജിന്റെ സുഹൃത്ത് പകർത്തിയ ഈ ദൃശ്യങ്ങൾ തന്നെ ബിപിൻ രാജിന് വിനയായിരിക്കുകയാണ്. കാരണം അതിൽ ഗുണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത്, നല്ല സ്ഫോടക ശേഷിയോടുകൂടി പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ ജയരാജേട്ടാ, അത് പടക്കമല്ല, അത് ഗുണ്ട, അത് നൂൽപ്പടക്കം എന്നാണ് ജയരാജേട്ടനെ ആരോ തെറ്റിദ്ധരിച്ചതായിരിക്കും ജയരാജേട്ടൻ. നൂൽപ്പടക്കമല്ല, അത് നല്ല അസലു ഗുണ്ട. കയ്യിരുന്ന കാണാം, അത് കയ്യിലിരുന്ന് തെറിയുന്നതാണ്. റീൽസിന്റെ ചിത്രീകരണ വേളയിലാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ഗുണ്ട് നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പടക്ക കമ്പനി തുടങ്ങും.